പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിക്കുന്നതിൽ തീരുമാനം നാളെയുണ്ടാകും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ നാളെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, പാലിയേക്കര ഇങ്ങനെ കാലങ്ങളായി എപ്പോഴും വിവാദവും പ്രശ്നവും തന്നെയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും? ദിവിഷ്, തൽക്കാലം ടോൾ പിരിവിലുള്ള വിലക്ക് തുടരും. നാളെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ടോൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കാമെന്നതാണ് NHAയോട് പറഞ്ഞിരിക്കുന്നത്. നാളെ ആ തീരുമാനം എടുക്കുമ്പോൾ അത് അനുകൂലമോ പ്രതികൂലമോ ആയി മാറാം. അതായത് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടാനും സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ടോൾ പിരിവ് ഏറ്റവും അടുത്ത ദിവസം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതെല്ലാം ഇന്ന് ജില്ലാ കളക്ടർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇന്ന് കോടതിയിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് കോടതിക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കോടതി ഈ സമയം എടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത് ഈ ടോൾ പിരിവ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഹർജിക്കാർക്ക് പറയാനുണ്ടായിരുന്നത്, ഈ സർവീസ് റോഡുകൾ പലയിടത്തും നന്നാക്കിയെങ്കിലും ആ നന്നാക്കിയെടുത്ത് വീണ്ടും പുതിയ കുഴികൾ രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ BMNBC ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ടോൾ പിരിവിനുള്ള തടസ്സം നീട്ടി നൽകണമെന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ ദേശീയപാത അതോറിറ്റി അതിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് റോഡിൽ കുഴി ഉണ്ടാകുന്നത് ഒരു സാധാരണ പ്രതിഭാസമാണ് എന്നതാണ് അവർ പറയുന്നത്. ഏറ്റവും മികച്ച റോഡുകളിൽ പോലും ഇത്തരത്തിൽ കുഴികൾ ഉണ്ടാകും. അത് വണ്ടികൾ ഓടുന്നതിനനുസരിച്ച് കുഴികൾ രൂപപ്പെടും. ആ കുഴികൾ റിപ്പയർ ചെയ്യുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല. ഇതിന്റെ ഒരു കാരണത്താൽ മാത്രം ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്ത് നിലനിർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉടനൊരു തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഈ പാലിയേക്കരയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നത് കോടതി തീരുമാനിക്കും. ഒന്നെങ്കിൽ ഈ സസ്പെൻഷൻ തുടരും, അതായത് ടോൾ പിരിവിനുള്ള തടസ്സം നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഏറ്റവും അടുത്തൊരു ദിവസം പാലിയേക്കരയിൽ വീണ്ടും ടോൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും.